നിങ്ങളെല്ലാവരും ചേർന്നാണോ അവൻ ഒറ്റയ്ക്കാണോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇപ്പം എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ യഥാർത്ഥ ഉത്തരം നൽകണം. അതല്ലേ അതിൻ്റെ ശരി? സാറേ, പ്രതിക്ക് വേണ്ടി ഞങ്ങൾ എന്തു ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇത് ഞങ്ങളോ അവനെ അറിഞ്ഞതല്ല സാറേ. ഞങ്ങളൊന്നും അത്തരക്കാരല്ല. എന്നാലേ മണിമണിയായി ഒഴിഞ്ഞാട്ടെ. പ്രോഗ്രാം നടക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. രാവിലെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫോം വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? അത് ഞാൻ ശരിയാക്കിക്കോ. നിങ്ങൾ എത്തിയോ? ആ ശരി, ഓക്കെ. എന്നാലും അങ്ങോട്ടോ ഞാനൊന്നേ പോയിട്ട് വരുന്നവരെ നീ ഇതൊന്ന് പിടിച്ചട്ടാ. എന്നാ ഒരു അത്യാവശ്യം പെട്ടെന്ന് ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ. ഞാൻ വരണോ? വേണ്ട. അവൻ എന്തിനാ പോയത്? അറിയില്ല, എന്തോ ഒരു അത്യാവശ്യത്തിന് മാത്രമെന്നാ പറഞ്ഞ. പിന്നെ എപ്പോഴാ, എത്ര സമയം കഴിഞ്ഞ് തിരിച്ചു വന്നത്? അത് ഇവനോട് നിങ്ങൾ ചോദിച്ചാൽ പറയില്ല സാറേ. ജോർജ്, അവർ പറയട്ടെ. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാണ് സാർ. ഫൈനലിൽ ഏറ്റുമുട്ടുന്ന ഇരു ടീമുകളുടെ മാനേജർമാർ എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. എന്താണ്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ് മാറിയാ നിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒന്നുമല്ല. ആണോ? ഇവിടെ തിരിഞ്ഞളിക്കാതെ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തു. ഓ തീരെ വയ്യ. നീ ഒരു 100 റുപ്യ കാട്ടെ, ഞാൻ ആ വൈദ്യുതി കണ്ടിട്ട് വരാം. മേലാകെ ഭയങ്കര വേദന. ഇനി ഇത് ഉദയനോട് പറയണ്ട. ആ എണ്ണൊന്നും അല്ലെങ്കിൽ വേണ്ട. ഇതാ ഇനി വിനയന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണം. ഓ അങ്ങനെയാണല്ലേ. ആ ഇപ്പൊ പൊക്കോ, വിളിക്ക് വന്നോളം കേട്ടോ. സാറേ നിന്നെ എന്താടാ നിങ്ങൾക്കൊക്കെ പരിപാടി? ജോർജ്, സാറിനെ വിളിക്കുന്നു. ഇയാളൊരു മാതിരി ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കിട്ടുപെടാ അതിൻ്റെയൊക്കെ എൻ്റെ കയ്യിൽ.